നമസ്കാരം. ലേഡീസ് ബാഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഴയ്ക്കൊപ്പം എത്തുന്ന വൈറൽ അണുബാധകളും പനികളും ആശങ്ക സൃഷ്ടിക്കുന്ന സമയമാണിത്. പ്രത്യേകിച്ച് കുട്ടികളെയാണ് രോഗം പെട്ടെന്ന് ബാധിക്കുന്നതും. ഇനി സ്കൂളുകൾ തുറക്കുകയാണ്, അതിനാൽ തന്നെ വൈറൽ രോഗങ്ങൾ പെട്ടെന്ന് പടരുകയും ചെയ്യും. ജാഗ്രത ഏറെ വേണ്ട സമയമാണ്. നോക്കാം നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം ഈ രോഗങ്ങളെ എന്ന്. ഇന്ന് എനിക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റും മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ പ്രമീള ജോജിയാണ്. സ്വാഗതം ഡോക്ടർ ലേഡീസ് ബാഡിലേക്ക്. ഡോക്ടർ, ഇപ്പോൾ ഈ മഴ തുടങ്ങിയതോടുകൂടി ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളാണ് കൂടുതലായും അതിന് ഇരയാകുന്നത്. നമ്മളിപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എത്തുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ രോഗികളുടെ കണക്കാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. അത് 80,000 90,000-ഓളം ഒക്കെ അടുക്കുകയാണ്. ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഇത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. ഒരുപാട് രോഗികൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് കുട്ടികൾ. പ്രധാനമായും ഇപ്പോൾ കുട്ടികളിൽ കാണപ്പെടുന്ന രോഗം അതേതാണ്? ഈ ഒരു മഴ തുടങ്ങിയത് പിന്നെ ഇപ്പോൾ വെക്കേഷൻ 2 മാസം കുട്ടികളൊക്കെ വലിയ കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. ഈ മഴ തുടങ്ങി അപ്പോൾ സാധാരണഗതിയിൽ ഈ മഴയത്ത് വരുന്ന കുറച്ച് വൈറസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡെങ്കിപ്പനി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അതൊന്ന് അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഡെങ്കിപ്പനി എന്ന് വെച്ചാൽ പനിയായിട്ട് കുട്ടികൾക്ക് വരുമ്പോൾ പിന്നെ ഒത്തിരി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം വൈറൽ ഫീവർ എല്ലാ സീസണിലും വരുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല കഠിനമായ പനി വരും. ആദ്യത്തെ 2 ദിവസം പനി വന്ന് പനി കുറയുകയാണെങ്കിൽ നമുക്ക് അധികം അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ പനിയോടൊപ്പം ശരീരവേദന, ഛർദിൽ, വയറ്റിളക്കം ഇങ്ങനെയുള്ള സിംറ്റംസ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പീഡിയാട്രിഷനെ കാണിക്കണം. പിന്നെ ഒത്തിരി എല്ലാവരും കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനുവേണ്ടി പാനിക് ആവേണ്ട, വെപ്രാളപ്പെടുകയോ അങ്ങനെയൊന്ന് ടെൻഷൻ അടിക്കുകയോ വേണ്ട. നമുക്കറിയാം എല്ലാ കാലത്തും സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ മാസങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ, കാരണം 2 മാസം വീട്ടിലിരുന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് സ്കൂളിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വരുമ്പോൾ ഒത്തിരി വൈറസസിൻ്റെ ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പനിയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിലോട്ട് വിടരുതെന്ന്. അന്ന് റെസ്റ്റ് തന്നെ കൊടുക്കുക കുട്ടികൾക്ക്. അത് മറ്റുള്ള കുട്ടികളിലേക്ക് അത് പകരുന്നതിന് നമുക്ക് തടയാൻ ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ കുറച്ച് ഗതിയിൽ കോവിഡും ഉണ്ട്. പക്ഷേ കോവിഡ് ഇപ്പോൾ നമ്മുടെ ഫ്ലൂ ഒക്കെ പോലെ നമുക്കൊരു ഒരു എൻഡമിക് ഡിസീസാണ്, എല്ലാവർക്കും വരുന്നതാണ്. വലിയ കോംപ്ലിക്കേഷൻസ് അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കുട്ടികളിൽ. ഇൻഫ്ലുവൻസ വാക്സിൻ അത് എല്ലാ പ്രാവശ്യവും ഞാൻ നമ്മുടെ പേഷ്യൻസിനോടൊക്കെ പറയുന്ന, മാതാപിതാക്കളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു സമയമാണിത്. ഇതിന് മുൻപ് എടുത്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ 2 ഡോസ് കൊടുക്കണം. ഒരു മാസം 1 ഡോസ്, അടുത്ത മാസം 1 ഡോസ്. ഡോക്ടർ, ഈ മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയാണോ ഈ ഇൻഫ്ലുവൻസ വാക്സിനുകൾ നമ്മൾ എടുക്കേണ്ടത്? മഴക്കാലം എന്നല്ല, ഫ്ലൂ എപ്പോഴും നമുക്കൊരു പ്രശ്നമുള്ള ഒരു അസുഖം തന്നെയാണ്. പ്രത്യേകിച്ച് അലർജി, ആസ്മ, അങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ എപ്പോഴും വരുന്ന കുട്ടികൾക്ക്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികൾക്ക്, സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങൾ കാണും, കിഡ്നി സംബന്ധമായിട്ട് അസുഖമുള്ള കുട്ടികൾക്ക്, ഇവർക്കൊക്കെ നമ്മൾ ഫ്ലൂ വാക്സിൻ എടുത്തു വെച്ചാൽ ഈ H1N1, H2, H3N അങ്ങനത്തെ നമുക്കറിയാമല്ലോ, നമ്മുടെ പന്നിപ്പനി, പിന്നെ അതുപോലെ തന്നെ ആ മാതിരിയുള്ള H1N1 ടൈപ്പ് ഓഫ് അസുഖങ്ങൾ, ഇൻഫ്ലുവൻസ A, B വരാതിരിക്കും. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അസുഖമാണ്. അല്ലാതെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളിപ്പോൾ സ്കൂളിലോട്ട് പോകുന്നു, അവരെ കൈ കഴുകുക എന്നുള്ളത് നമ്മൾ ശീലിപ്പിക്കണം. ആഹാരത്തിന് മുന്നേയും ആഹാരത്തിന് ശേഷവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കൊടുത്തു വിടുക, അവരുടെ ബോട്ടിലിൽ അവരത് വെള്ളം കുടിക്കാൻ ശീലിപ്പിക്കുക. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം പിന്നെ നമ്മൾ പറയും ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഔട്ട് ബ്രേക്സ് ഉണ്ട്. നമുക്കതൊക്കെ വാക്സിൻ എടുത്ത് പ്രതിരോധിക്കാവുന്ന അസുഖങ്ങളാണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ യൂഷ്വലി 2 ഡോസ് വാക്സിൻ, 1 ഡോസ് കൊടുത്തു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 1 ഡോസ് കൂടെ കൊടുക്കും. ഇതൊക്കെ നമുക്ക് ഒരു 1.5-2 വയസ്സ് മുതൽ നമുക്ക് എടുത്ത് തീർക്കാവുന്ന വാക്സിൻസ് ആണ്. അപ്പോൾ വാക്സിനേഷൻസ് ഒന്നും കൂടെ കുട്ടികളുടെ വാക്സിനേഷൻ കാർഡ്സ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള വാക്സിൻസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഡോക്ടർ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾക്ക് ഈ വാക്സിൻ എടുക്കുക എന്ന് പറയുമ്പോൾ പല മിഥ്യാധാരണകളുണ്ട്. അതായത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു പനിയല്ലേ അത് വന്നു പോകില്ലേ എന്നൊക്കെയുള്ള ചില മിഥ്യാധാരണകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വാക്സിൻ്റെ ഉപയോഗം അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പം നമ്മൾ പീഡിയാട്രിഷ്യൻസ് പറയും വാക്സിൻ എടുക്കുക. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന OPയിൽ വരുന്ന പേരൻസിനോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് പീഡിയാട്രിഷ്യനോടും ചോദിച്ചു നോക്കൂ, എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് എല്ലാ വാക്സിൻസ് എടുക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ കണ്ട് അനുഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോടും അത് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ?
അല്ലാതെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എടുത്തോ എന്ന് പറയുന്നൊരു കാര്യമല്ല. ഒരുപക്ഷെ പണ്ട് കാലങ്ങളിൽ ഇത്രത്തോളം ഈ വാക്സിനുകൾ അവൈലബിൾ ആയിരുന്നില്ല, അത് ഉപയോഗിച്ചിരുന്നില്ല, ഒരുപക്ഷെ ഈ കുട്ടികളുടെ പേരൻസ് ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ടാകാം ഈ ഇൻഫ്ലുവൻസ വാക്സിനുകൾ പോലുള്ള വാക്സിനുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു എടുക്കാനൊരു സംശയം, സങ്കോചം ഉണ്ടാകുന്നത്. അത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വാക്സിൻ എടുത്തില്ലെങ്കിൽ എന്താ ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറയാം. സംഭവിക്കില്ലായിരിക്കും, കുറച്ച് ശതമാനം കുട്ടികൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇപ്പോൾ ന്യൂമോകോക്കൽ വാക്സിൻ, ന്യൂമോണിയയുടെ വാക്സിൻ എടുക്കാതെ ഒരു കുഞ്ഞിന് ന്യൂമോകോക്കൽ ന്യൂമോണിയ വന്നിട്ട് അതിൻ്റെ മെനിഞ്ചൈറ്റിസ്, അതായത് ബ്രെയിനിനകത്ത് നമ്മുടെ തലച്ചോറിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസിന് ഇൻഫെക്ഷനായി ആ കുഞ്ഞ് മരിച്ചു പോയാൽ ആ കുടുംബത്തിന് അത് 100% ലോസാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് വന്നിട്ടേ ഇല്ല, വാക്സിൻ എടുത്തിട്ടുമില്ല, വന്നിട്ടുമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ഒരു കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പീഡിയാട്രിഷ്യൻസ് തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒത്തിരി പഠനങ്ങൾ നടത്തി ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, WHO, അങ്ങനെ നമുക്ക് ഓരോ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അവർ പഠനങ്ങളൊക്കെ നടത്തിയിട്ട്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരു ശുപാർശ പ്രകാരം അവർ പറയുന്നത് പോലെയാണ് നമ്മൾ വാക്സിനേഷൻ സ്കെഡ്യൂൾ എടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് നല്ലൊരു ജോലിയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് വാക്സിനേഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഒരുവിധം വാക്സിൻസ് എല്ലാം അതിൽ കവർ ചെയ്ത് വരുന്നു. പക്ഷേ ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, ഇങ്ങനെ വളരെ ആവശ്യമുള്ള വാക്സിൻസാണ്. ഇതൊന്നും അതിൽ കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും, വൈറസസിനും ബാക്ടീരിയയ്ക്കും ഓപ്ഷനൊന്നുമില്ല. അവർക്ക് ഗവൺമെൻറ്റിലാണോ പ്രൈവറ്റ് ആണോ എന്ന് അവർക്കറിയില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രൊട്ടക്ഷൻ കൊടുക്കാമോ അത്രയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അത് വാക്സിൻ ഒരു പരിധി വരെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പോൾ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കേണ്ടത്? നമ്മൾ ജനിച്ചൊരു നമ്മൾ 45 ഡേയ്സ് തൊട്ട് വാക്സിൻസ് തുടങ്ങും. ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വാക്സിൻസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത 45 ഡേയ്സിൽ അടുത്ത് തുടങ്ങും. അറ്റ് ബർത്ത് വാക്സിൻസ് ഉണ്ട്. അറ്റ് ബർത്ത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി അതൊക്കെ കൊടുക്കും. അപ്പോൾ ജനിക്കുമ്പോൾ മുതലുള്ള അത് ആ സ്കെഡ്യൂൾ അനുസരിച്ച് പോയാൽ ഒരു 5 വയസ്സിനകത്ത് ഒരുവിധം വാക്സിൻസൊക്കെ നമ്മൾ എടുത്ത് തീരും. പിന്നെ നമ്മൾ 10ാം വയസ്സിൽ ഒരു വാക്സിൻ എടുക്കും. പിന്നെ എക്സ്ട്രാ വാക്സിൻസ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറയുന്നവരുണ്ട്, സിറ്റുവേഷണൽ വാക്സിൻസ് പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഓപ്ഷണൽ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കാണ്, വൈറസിനോ ബാക്ടീരിയക്കോ അല്ല. അപ്പോൾ ഏത് കുഞ്ഞിന് വേണമെങ്കിലും ഈ അസുഖങ്ങളൊക്കെ വരാം. അപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ഓക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ ആരും വാക്സിൻ എടുക്കാറില്ല, ഞങ്ങൾക്കൊന്നും വരാറില്ല. അത് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങളുടെ ഒരു കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് അത് എത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ന്യൂമോകോക്കൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയും, ആ ഒരു ബാക്ടീരിയ ഒരു വില്ലൻ തന്നെയാണ്. ഞാൻ ICUലായിരുന്നു, ICU എമർജൻസിയും ഡീൽ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എനിക്കറിയാം എത്രയോ കുഞ്ഞുങ്ങൾ ആ ന്യൂമോണിയ വന്ന് വളരെ ബുദ്ധിമുട്ടി. പിന്നെ ചെസ്റ്റ് ട്യൂബൊക്കെ ഇട്ട് നമ്മൾ നെഞ്ച് തുളച്ച് ട്യൂബിട്ട് ആ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് വെന്റിലേറ്ററിൽ കിടന്ന്. അപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലേ പറയുന്നത്, എൻ്റെ ഹോസ്പിറ്റലേ മാത്രം. അപ്പോൾ എത്രയോ ഹോസ്പിറ്റൽ അതുപോലെ കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അപ്പോൾ നമുക്ക് വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. അതൊന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അസുഖം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ എന്നോട് ആര്യ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ചുമ വരുന്നു, പനി വരുന്നു, അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ചെറിയൊരു പനി വരുന്നു, ഓടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇപ്പോൾ അതികഠിനമായ പനി കുഞ്ഞിനുണ്ട്, പക്ഷേ 6 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത വീണ്ടും പനി വരും. പക്ഷേ ഈ പനിയുടെ ഇടയ്ക്ക് കുഞ്ഞ് വെള്ളം കുടിക്കുന്നുണ്ട്, കുഞ്ഞ് ഓടി നടക്കുന്നുണ്ട്, നമ്മൾ അത്രയും ടെൻഷൻ അടിക്കേണ്ട. കാരണം ആ ഫീവർ ഫ്രീ പീരീഡിൽ കുഞ്ഞ് ആക്റ്റീവാണ്, കുഞ്ഞിന് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്, കുഞ്ഞ് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ വേണ്ട. അതേസമയം പനി വന്ന് നല്ല ക്ഷീണത്തോടുകൂടി കുഞ്ഞ് കിടക്കുകയാണ്, കുഞ്ഞ് ജലപാനം പോലും എടുക്കണില്ല, കുഞ്ഞിൻ്റെ യൂറിൻ നന്നായിട്ട് പോകുന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്ന റെഡ് ഫ്ലാഗ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണിക്കും. അപ്പം നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഈ ഘട്ടം ഉണ്ടല്ലോ, അതായത് കുഞ്ഞ് ആക്റ്റീവായി ഇരിക്കുന്നുണ്ട്, പക്ഷേ ചെറിയ ചൂടുണ്ട്, മൂക്കൊലിക്കുന്നുണ്ട്, ചുമയുണ്ട്, ആ ഒരു അവസ്ഥയാണെങ്കിൽ അപ്പം നമ്മൾ മരുന്നൊന്നും കൊടുക്കേണ്ട എന്നാണോ? മരുന്നൊന്നും കൊടുക്കേണ്ടതെന്നല്ല, പാരസിറ്റമോൾ മരുന്ന് കൊടുക്കാം പനിക്ക്. ഓക്കെ, 6 മണിക്കൂറോട്ട് കൊടുക്കാം. പിന്നെ ചില പേരൻസൊക്കെ ഒറ്റയടിക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഡോക്ടേഴ്സ് പോലും ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ആലോചിച്ചാണ്. കാരണം നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ അനാവശ്യമായിട്ട് ഒത്തിരി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു കുഞ്ഞിൻ്റെ പലപ്പോഴും പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുത്താലേ ശരിയാവും എന്ന് പറയുമ്പോൾ ചില പീഡിയാട്രിഷ്യൻസ് എഴുതാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷന് മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചെറിയൊരു പനി വരുന്നു, ജലദോഷം വരുന്നു, അത് വൈറലാണ്. അപ്പോൾ നമുക്കൊരു ക്ഷമ വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡിനോ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് ഉണ്ട്. അതിൻ്റെ പനി വന്നു കഴിഞ്ഞാൽ ഒരു 7-8 ദിവസം മിനിമം സമയം എടുക്കുന്നുണ്ട് പനി കുറയാൻ. ഓക്കെ, കണ്ണിന് പഴുപ്പ് വരും, തൊണ്ടയ്ക്കെല്ലാം അൾസർ പോലെ വരും, കുഞ്ഞുങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, മനസ്സിലായി, ഒരു ക്ഷീണമായിട്ട് നടക്കും. പക്ഷേ 7-8 ദിവസം കഴിയുമ്പോൾ ആ പനി അങ്ങ് മാറും.
പക്ഷെ ആ ഒരു ക്ഷമ നമ്മൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അതെ അതെ ഈ പലപ്പോഴും പേരൻസ് നമ്മൾ കൂടുതലും ആന്റിബയോട്ടിക്സ് വേണമെന്ന് നിർബന്ധം പിടിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ അസുഖം മാറണം എന്നുള്ളൊരു ധൃതി ഉണ്ടല്ലോ, അതാണ് അതൊരു തെറ്റിദ്ധാരണയാണ്. ആൻറ്റിബയോട്ടിക്സ് വൈറൽ ഇൻഫെക്ഷൻസിന് സഹായമാവുന്നേയില്ല. പിന്നെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടത് തന്നെ കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോൺസിൽസ് ഒക്കെ വന്ന് നല്ല പഴുത്ത്, അതിന് നമുക്ക് ഡെഫിനറ്റ്ലി ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ദേഹത്ത് നിന്നൊരു ചൊറി ചിരങ്ങ് പോലൊക്കെ വന്ന് പഴുത്ത് വരുവാണെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്സ് വേണം. മൂത്രത്തിൽ അണുബാധ വന്ന പഴുപ്പിൻ്റെ അസുഖം വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ആൻറ്റിബയോട്ടിക്സ് വേണം. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിന് സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ വലിയൊരു കാര്യമാണ് ഗവൺമെൻറ് ചെയ്തപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വെറുതെ ചെന്നാൽ ആൻറ്റിബയോട്ടിക് ഒന്നും കിട്ടത്തില്ല, കുറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുമാണ് വേണ്ടത്. അമിതമായിട്ട് മരുന്ന് കൊടുക്കാൻ, അത് ഏതാണേലും, ആയുർവേദമാണേലും അലോപ്പതി ആണേലും എന്താണെങ്കിലും അമിതമായ മരുന്നുകളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. 1 വയസ്സിന് താഴെയൊക്കെ നമ്മൾ നോക്കുക, 6 മാസം താഴെയൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കുഞ്ഞിന് അസുഖങ്ങൾ വരരുത്. അപ്പോൾ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിനൊപ്പം നമ്മൾ ഭയങ്കര ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വേണമെങ്കിൽ മാത്രമാണ് മരുന്നുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഡോക്ടേഴ്സും ഇപ്പോൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുണ്ട്. അനാവശ്യമായിട്ട് എല്ലാത്തിനും ആൻറ്റിബയോട്ടിക്സ് എഴുതുന്നത്, ആ പ്രവണതയൊക്കെ നല്ല കുറഞ്ഞു വന്നിട്ടുണ്ട്. തീർച്ചയായും ഡോക്ടർ, നമുക്ക് ഈ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. നേരത്തെ നമ്മൾ ഈ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എയുടെ ഔട്ട്ബ്രേക്കിനെ കുറിച്ച് സംസാരിച്ചു. ഇത് കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ അത് നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഇപ്പോൾ വന്നപ്പോൾ കുട്ടികൾക്ക് നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഹെപ്പറ്റൈറ്റിസ് എ പോസിറ്റീവായിട്ട് ആരെയും കണ്ടില്ല. പക്ഷേ ഇപ്പോൾ എന്നോട് നേരത്തെ ചോദിച്ചാൽ ഇപ്പോൾ എമർജൻസിയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അമിതമായ ക്ഷീണം, വയറ്റിളക്കം അമിതമായിട്ട് വന്നിട്ട് നല്ല ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം, നമ്മുടെ ശരീരത്തിലെ ജലം വളരെ കുറഞ്ഞിട്ടുള്ള ഡീഹൈഡ്രേഷൻ, ആ സിറ്റുവേഷനിലും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ICUയിൽ ഡയറിയൊക്കെ വന്നിട്ട് ICUയിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറില്ല. പക്ഷേ നല്ല ഡീഹൈഡ്രേഷൻ, 15 to 20% നല്ല ഡീഹൈഡ്രേഷനുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ട് നമുക്ക് ICUയിൽ അഡ്മിറ്റ് ചെയ്ത് നോക്കേണ്ട സിറ്റുവേഷൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയറ്റിളക്കം കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീടുകളിൽ നമുക്ക് കുഞ്ഞിന് പനിയും വയറ്റിളക്കവും വരുമ്പോൾ ആദ്യം വരെ നമുക്ക് കൊടുക്കാവുന്ന ORS ലൈനിയുണ്ട്. പല കുട്ടികളും അത് കുടിക്കില്ല, അതാണ് വാസ്തവം. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാം, വെള്ളം കൊടുക്കാം. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസോ മധുരമുള്ള പാനീയങ്ങളോ കൊടുക്കാൻ പാടില്ല. കുറച്ചും കൂടെ അവരുടെ ഡയറിയെ കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ്സ് ഒക്കെ ചെയ്തിട്ട് കുഞ്ഞിനെയാണ് നമ്മൾ നോക്കേണ്ടത്. കുഞ്ഞിൻ്റെ ഫേസ് നോക്കുമ്പോൾ കുഞ്ഞ് നല്ല ടയേർഡാണ്, കുഞ്ഞിൻ്റെ യൂഷ്വലൊരു ചുറുചുറുക്കില്ല, മൂത്രം പോകുന്നില്ല, കുഞ്ഞ് എപ്പോഴും കിടക്കുന്നു. ഇതൊക്കെ ഒരു നല്ല ലക്ഷണമല്ല. അപ്പോൾ ഡോക്ടറെ കാണിക്കണം. അല്ലാതെ കുഞ്ഞ് പനിയുടെ ഇടയ്ക്ക് ഓടി നടക്കുന്നെങ്കിൽ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, നമ്മൾ ഈ ഡെങ്കിപ്പനിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഡെങ്കിപ്പനി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഡ്രൈ ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ഡേയ്സ് വെക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ ഓഫീസിലും ഒക്കെ നമ്മൾ പോട്ടിനകത്ത് വെള്ളം ഒഴിച്ച് പ്ലാന്റ്സ് ഒക്കെ വെക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് മറ്റേ കൂത്താടിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഈ സീസണിൽ നമ്മൾ ശരിക്കും ഡ്രൈ ആയിട്ട് കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കഴിയുന്നത് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. ഒന്ന്, പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിടുക, കൊതുക് അധികം കയറാതിരിക്കാൻ വേണ്ടി. ഇത് ഡേ ബൈറ്റിംഗ് മോസ്കിറ്റോ ആണ്. അപ്പോൾ രാവിലെ സമയങ്ങളിലാണ് കൊതുക് കടിക്കുന്നത് കുട്ടികളെ കൂടുതലും ഡെങ്കി. അപ്പോൾ ഡെങ്കി നമുക്ക് ഇത് ഒരു വീട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ അതൊരു കമ്മ്യൂണിറ്റി വർക്കാണ്. അത് ഗവൺമെൻറ്റും കൂടെ ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലം, ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ അതോടെ പറയുകയാണ്. എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്ത്, അതായത് ഉള്ളൂർ ആക്കുളം റോഡിൽ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഡെങ്കി അല്ല എല്ലാ അസുഖവും അവിടെ പടരും. കാരണം അത്ര മോശമായിട്ടാണ് റോഡും എല്ലാം കിടക്കുന്നത്, ഓടയും റോഡും എല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ച് വന്ന് കൈ കഴുകി കാല് കഴുകി കുളിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ അസുഖങ്ങൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് വളരെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഗവൺമെൻറ്റും സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും നല്ലപോലെ ഹെൽപ്പ് ചെയ്താലേ നമുക്ക് പകർച്ചവ്യാധികളെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അതെ, നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ സൂചിപ്പിച്ചത്, ഈ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാലുള്ള, അതായത് ഇപ്പം രോഗം ചികിത്സിച്ച് ഭേദമായാൽ പോലും ഈ പ്രതിരോധശേഷി വല്ലാതെ അങ്ങ് കുറഞ്ഞു പോകാറുണ്ടല്ലോ. അതിനെ നമുക്ക് വീണ്ടും റിക്കവർ ചെയ്തെടുക്കാൻ എങ്ങനെ പറ്റും ഡോക്ടർ? അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അസുഖമൊക്കെ വരുമ്പോൾ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പനിയോ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ളതെന്നുള്ളത് നമ്മൾ കൊടുക്കത്തില്ല. നമ്മൾ ശരിക്കും എല്ലാം മാറ്റി കഞ്ഞി മാത്രമാക്കും, വെള്ളം മാത്രമാക്കും. അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമുള്ളത് ചോദിക്കാനുള്ളത് കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ ആ ഡയറ്റ് നമ്മൾ നല്ലതായിട്ടാക്കിയാൽ അവർക്ക് എളുപ്പമാണ്. അസുഖം വരുമ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലും അവരെ ഒത്തിരി കഴിക്കില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കണം. അപ്പോൾ അവരുടെ ആ എനർജി അങ്ങനെ ഇരിക്കും.
അത് കഴിഞ്ഞിട്ട് പൊതുവേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഹാര രീതി മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ്, അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, അതൊക്കെ നമ്മൾ ഡയറ്റിൽ കൂട്ടുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ തീരെ ഇതൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല. പക്ഷേ നമ്മൾ കഴിപ്പിക്കാൻ വേണ്ടി നോക്കണം. പിന്നെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്, ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് കഴിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ അമിതമായിട്ടുള്ള ഓയിൽ, അമിതമായിട്ടുള്ള പഞ്ചസാര, അമിതമായിട്ടുള്ള ഉപ്പ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ജങ്ക് ഫുഡ് തന്നെയാണ്. ജങ്ക് ഫുഡ് എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ അമിതമായിട്ട് ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ അതും ജങ്ക് ഫുഡാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കുറച്ചുകൂടെ നമ്മൾ ബോയിൽഡ് വെജിറ്റബിൾസ്, കുറച്ചുകൂടെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഫുഡെല്ലാം നല്ലതാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് ഈ ബ്രെഡും കോൺഫ്ലെക്സും ഒക്കെയാണ് കുട്ടികൾ കഴിക്കുന്നത്. അതും ആരോഗ്യത്തെയും പ്രതിരോധശേഷിയും വല്ലാതെ ബാധിക്കും അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ബ്രെഡ് കഴിച്ചെന്നു ദോഷമില്ല. പക്ഷേ എന്നും ബ്രെഡ് ആക്കുമ്പോൾ നമ്മുടെ തനതായിട്ടുള്ള നമ്മുടെ പുട്ടും കടലയും അപ്പവും കറിയും, അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി, പുട്ടുകടല, ദോശ, ഇഡ്ഡലി, സാമ്പാർ, ശരിക്കും പറഞ്ഞാൽ ദോശയും ഇഡ്ഡലിക്കകത്ത് നമ്മൾ പൾസസ് ആൻഡ് സീരിയൽസ് ഒരു നല്ല റേഷ്യോയിലുള്ള സംഭവമാണ്. അപ്പോൾ ശരിക്കും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും കുട്ടികൾക്ക് ദോശ ഇഡ്ഡലിയും കൊടുക്കുക. ചില അമ്മമാർ പറയും ചോറ് കഴിക്കുകയില്ല, ഉച്ചയ്ക്കും ദോശയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ഒരു കുഴപ്പമില്ല, അവരങ്ങനെ കഴിച്ചോട്ടെ. അപ്പോൾ നമ്മൾ അസുഖങ്ങളിൽ നിന്ന് പ്രതിരോധ ശക്തി കിട്ടുവാൻ നമ്മുടെ ഡെയിലിയുള്ള ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂളിപ്പോൾ തുറക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ടും കൊടുത്തിട്ടേ സ്കൂളിൽ വിടാവും. ഉച്ചയ്ക്ക് കൊടുക്കുന്നവർ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ചോറും കറികളും കഴിക്കുന്നില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടുക. വൈകിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവൾക്ക് ചോറ് കൊടുക്കുക, ഫ്രഷായിട്ട് ചോറും കറിയും കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഹാര രീതികൾ നമ്മളൊന്ന് നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണെന്ന് തോന്നുന്നു, അതായത് ഈ കുട്ടികളുടെ ചിട്ട എന്ന് പറയുന്നത്, അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കാൻ പറ്റും. ഈ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം കൈ കഴുകുക, അതേപോലെ തന്നെ കുട്ടികളെ ഈ പ്രായത്തിൽ പഠിപ്പിക്കേണ്ട, അതായത് ഹൈജീനുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ? ഇത് ഇപ്പോൾ നമ്മുടെ കിംസിൽ എല്ലാ വ്യാഴാഴ്ചയും ഡോക്ടർ നീതു പേരൻസിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ തേഴ്സ്ഡേയും ഇങ്ങനെ കവർ ചെയ്ത് പോകുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നല്ല കൗതുകത്തോടെ നോക്കി നിൽക്കും. നല്ല രസമാണ് പഠിപ്പിക്കുന്ന കേൾക്കാൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വില്ലൻ എന്തുവാണ്? മൊബൈലാണ്. അപ്പോൾ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ എന്തിനാ ഇത്ര മൊബൈൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അമ്മയുടെ മൊബൈൽ ആദ്യം മാറ്റി വയ്ക്കുക. അമ്മ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ നമ്മൾ മൊബൈൽ യൂസ് കുഞ്ഞുങ്ങളുടെ ഫ്രണ്ടിൽ കുറയ്ക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ യൂസ് നിങ്ങൾ നല്ലപോലെ കട്ട് ഷോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഈ കുഞ്ഞു മക്കൾക്ക് 6 മാസം 7 മാസമൊക്കെ ആകുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ മൊബൈൽ അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് ആഹാരം കൊടുക്കുക. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് നോക്കണില്ല അതിലോട്ട്, എന്താണ് കഴിക്കുന്നത്, ഏത് കളറാണ്, ഏത് ടേസ്റ്റാണ്. അപ്പോൾ കുഞ്ഞിന് ആ ഒരു കളറ് കാണുന്നത് മിസ് ചെയ്ത് പോകുന്നു, എന്താണ് ഫുഡെന്ന് മിസ് ചെയ്ത് പോകുന്നു. കുഞ്ഞ് അതിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ മതിയാവുമ്പോൾ മതിയെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ മൊബൈൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ആ മൊബൈൽ കയ്യിലോട്ട് കൊടുത്തില്ലേ ഭയങ്കര വാശിയാണ്, എല്ലായിടത്തും എറിയുക, അങ്ങനെയൊക്കെ. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലോട്ട് പോട്ടെ, 9ാം ക്ലാസ് 10ാം ക്ലാസ് 11ാം ക്ലാസ്സൊക്കെ മൊബൈലും ടാബും ഒക്കെ മാറ്റി വയ്ക്കുമ്പോൾ നേരെ മുറിക്കകത്ത് കതവ് വലിച്ചടച്ച് കയറി സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് വരുത്തുന്നത്? കുട്ടികളല്ല, നമ്മൾ അവരെ നമുക്ക് ഭയമാണ് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമോ, അവർക്ക് മോശമായി. അങ്ങനെയല്ല, നമ്മൾ സ്റ്റേണായിട്ട് അവരുടെ ഈ മൊബൈൽ യൂസ് ആദ്യമേ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് ഒരു ചിട്ട പഠിക്കേണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറയുക, ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഇപ്പോൾ സ്കൂളൊക്കെയാണ്, ക്ലാസ്സസ് ഇതൊക്കെയാണ്. അപ്പോൾ അവർക്ക് അത്ര ഇത് വേണ്ട. സാറ്റർഡേ സൺഡേ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സമയം മൊബൈൽ കൊടുക്കുകയോ ടി വി കാണിക്കുകയോ ഒക്കെ അവർക്ക് ആ റിലാക്സിങ് ടൈം വേണം. സാറ്റർഡേ സൺഡേയും കൂടെ മുഴുവൻ ട്യൂഷനും ആക്കി ഇടരുത്. ആ 2 ദിവസം കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കളിക്കാനുള്ള സമയം, അവരുടേതായിട്ടുള്ള പേഴ്സണൽ സമയം, അവർക്ക് എന്തിഷ്ടമാണ് അത് ചെയ്യാനുള്ള സമയം കൊടുക്കണം. നമുക്കെന്ത് ഇഷ്ടമാണ്? ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് ഷട്ടിൽ പ്ലെയർ ആവണം അല്ലെങ്കിൽ ടെന്നീസ് പ്ലെയർ ആവണം എന്ന് പറഞ്ഞ് കൊണ്ട് ചേർക്കരുത്. എൻ്റെ കുഞ്ഞിന് അതിഷ്ടമാണോ? അതിഷ്ടമാണെങ്കിൽ അതിന് വിടുക. ഇപ്പോൾ കളരിപ്പയറ്റ് പഠിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞിനെ ഡാൻസിന് ഇട്ടിട്ട് കാര്യമില്ല. കുഞ്ഞിന് എന്താ ഇഷ്ടം നോക്കുക, അതനുസരിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടെ ചെയ്യുക. ഇത് ശരിക്കും കുഞ്ഞുങ്ങളുടെ നമ്മളെല്ലാം കുഞ്ഞുങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിൽ ഭയങ്കര കൺസേൺഡാണ് എല്ലാ പേരൻസും. കുഞ്ഞിന് വണ്ണം വയ്ക്കണം, കുഞ്ഞിന് പനി വരരുത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് നല്ലപോലെ കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ജനറേഷനിൽ ആ മെൻ്റൽ ഹെൽത്ത്, നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ല സപ്പോർട്ട് കൊടുക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അതങ്ങ് കറക്റ്റ് ചെയ്യാൻ നിൽക്കില്ല. ഡെഫിനറ്റ്ലി ഐ വിൽ ഡിപ്പെൻഡ് ഓൺ എ ചൈൽഡ് സൈക്കോളജിസ്റ്റ്. ഞാനൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ അവർ ഓപ്പണായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയും. അപ്പോൾ ചിലർ പറയും എന്നോട്, അതെന്താ അങ്ങനെ ചെയ്യണേ, പേരൻസ് അല്ലേ ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല. പേരൻസാണ്. നമുക്ക് ഫ്രണ്ട്ലി പേരൻസ് ആവാനേ പറ്റുള്ളൂ, കുഞ്ഞുങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും പേരൻസ് പറയുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ഇല്ല.
നമ്മൾ ഫ്രണ്ട്ലി പേരൻസാണ്, ഫ്രണ്ട്സ് വേറെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ മടിക്കരുത്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് ഇങ്ങനെയുള്ള പേര് കേൾക്കുമ്പോഴേ എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നമാണ്. അങ്ങനെയല്ല, അവർ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് തരുന്ന ആളുകളാണ്. നമ്മൾ ക്രോണിക്കായിട്ട് മെഡിസിൻസ് എടുക്കുകയും ഡിപ്രഷനിലും ഒക്കെ പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നവർ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമോ എന്ന് ചോദിക്കും. കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു പതിവിൽ നിന്ന് വ്യത്യാസമായിട്ട് കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിൽ വ്യത്യാസം വരുന്നു, അവരുടെ ഉറക്കശീലം മാറുന്നു, അവർ മൂടിയായിട്ടിരിക്കുന്നു, അപ്പോൾ അവരോട് ചോദിക്കുക എന്താ പ്രശ്നം, നമുക്ക് സംസാരിക്കാം. ഡെഫിനറ്റ്ലി നമ്മുടെ സപ്പോർട്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. അറ്റ് ദ സെയിം ടൈം അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് സൈക്കോളജിസ്റ്റുകളെ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണിക്കുമ്പോൾ അവർ കുഞ്ഞുങ്ങളോട് സംസാരിച്ച് അവരെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഞങ്ങൾ പീഡിയാട്രിഷ്യൻസ് കാണുന്ന പ്രശ്നങ്ങൾ ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസിനൊപ്പം മെൻ്റൽ ഇഷ്യൂസും നല്ലപോലെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നത്. തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ ഡോക്ടറിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ ലേഡീസ് ബാൻഡിലേക്ക് എത്തുമ്പോൾ എനിക്കൊപ്പം ഡോക്ടർ പ്രമീള ജോജി തുടരുന്നുണ്ട്. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ കുട്ടികളെയൊക്കെ ഇപ്പം പേരൻസ് ഒന്നും പുറത്തേക്ക് കളിക്കാൻ വിടുന്നതേയില്ല. പ്രധാനമായും ഈ പേഴ്സണൽ ഹൈജീൻ, ചെളി പറ്റും, പൊടി പറ്റും, അസുഖങ്ങൾ വരും എന്നൊക്കെയാണ് പേരൻസ് പറയുന്നത്. സത്യത്തിൽ ഈ കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടാതിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന ഈ ഒരു സമയത്ത് കുട്ടികളെ പുറത്തേക്ക് വിടുന്നതിൻ്റെ ആശങ്കയും ഉണ്ട്. അതോടൊപ്പം പക്ഷേ കുട്ടികളെ പുറത്തേക്ക് വിടുകയും വേണം. ഡോക്ടറിന് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യനാണ്. അതെ, കാരണം ഇപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ എൻ്റെയൊക്കെ ഫാമിലിയിലെ കുഞ്ഞുങ്ങളെല്ലാം ഈ മഴക്കാലത്ത് ഫുൾ മഴ നനയും. ഓക്കെ, മഴയത്ത് കളിക്കും, എല്ലാം ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇപ്പം എല്ലാം വലിയ കുട്ടികളായി, പക്ഷെ അവർ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരെ ചെളിയിൽ കളിക്കാനും വെള്ളത്തിലും തോട്ടിലും എല്ലായിടത്തും ഇറങ്ങാൻ വിടും. ഈ മഴയൊക്കെ നനയുമ്പോൾ എല്ലാവരും മുറ്റത്ത് ഒന്നിച്ചോടി കളിക്കും. അത് കഴിഞ്ഞിട്ട് അവരെ നന്നായിട്ട് കുളിപ്പിച്ച് തല തോർത്തി അങ്ങ് വിടുമ്പോൾ അങ്ങനെ പനി വരാറില്ല. അത് ശീലമായിരുന്നു, ചെറുതിലേ ശീലിപ്പിക്കണത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ശീലിപ്പിക്കുക, ഒരു ദോഷവും വരില്ല. ഇപ്പോൾ നമ്മൾ ചെരുപ്പിടാതെ വയലിലുമൊക്കെ നടത്തിക്കുന്ന കുട്ടികളുണ്ട്. ഗാർഡനിലൊക്കെ ചെരുപ്പിടാതെ നടന്ന് അവർക്ക് ആ കല്ലും ഇതുമൊക്കെ ഫീൽ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഇൻഫെക്ഷൻസ് ഒത്തിരി ഉള്ളതുകൊണ്ട് മണ്ണിനകത്തൊന്ന് പിന്നെ കൃമിശല്യം, അങ്ങനത്തെ ഹുക്വാം ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെ കുളിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വെളിയിൽ കളിക്കാൻ വിടണേ വിടില്ല, അതിനൊരു ദോഷവും. പിന്നെ സേഫ്റ്റി കൺസേൺസ് ആണ് പലതും. പണ്ട് കുട്ടികളെ ഇപ്പോൾ രാവിലെ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ അങ്ങനെ ഓടി നടക്കും. ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് അങ്ങനെ വിടാൻ നമുക്ക് മടിയാണ്. അത് നമുക്ക് പാടാണ് അത് മോണിറ്റർ ചെയ്യാൻ. അപ്പോൾ അതും ഒരു ഫാക്റ്റാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ കുറച്ചൊക്കെ അവരെ കളിക്കാൻ വിടണം. ഫുട്ബോൾ ആണെങ്കിലും അല്ലെ ക്രിക്കറ്റ് ആണെങ്കിലും ടെന്നീസ് ആണെങ്കിലും അവർക്ക് ജസ്റ്റ് ബാഡ്മിൻ്റൺ ചുമ്മാ കളിക്കാനാണെങ്കിലും ഗ്രൂപ്പായിട്ടുള്ള ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് സുഖമായിട്ട് അത് മോണിറ്റർ ചെയ്യാം. തിരക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഓരോ പേരൻസിനെ ഏൽപ്പിച്ചാൽ മതി കുട്ടികളെ നോക്കാൻ. അങ്ങനെ നമുക്ക് ബൈ റൊട്ടേഷൻ ഒരു റോട്ട ഉണ്ടാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത്. സ്കൂളുകളിലാണെങ്കിലും സ്പോർട്സൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കുട്ടികളും ഒരുപോലെ ഇൻവോൾവ് ആവില്ല. അതിലൊക്കെ സ്മാർട്ടായിട്ടുള്ള കുറച്ച് പേര് മാത്രം പോയി ചെയ്യും. ബാക്കി കുട്ടികൾക്ക് ആ എക്സ്പോഷർ കിട്ടില്ല. ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത കുറേ കുട്ടികളുണ്ട്. ശരിക്കും നമ്മൾ ഈ പൊടിയും വെയിലും ഒക്കെ കൊള്ളാൻ വേണ്ടി കുട്ടികളെ വിട്ടാൽ ഇവരുടെ പ്രതിരോധ ശേഷിയിൽ ഒരു വർധനവ് ഉണ്ടാകുമോ? അങ്ങനെ എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒത്തിരി ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ആദ്യം തൊട്ടേ എക്സ്പോസ് ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. ആദ്യം തൊട്ടേ കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ വീട്ടിലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ 3-ാം മാസം 4-ാം മാസം മുതൽ കല്ലാറൊക്കെ കൊണ്ടുപോയി വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച് അങ്ങനെ വളർന്നുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല. പനിയും വെയിലും മഞ്ഞും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ കൊച്ചിലേ ഒത്തിരി ഫാമിലി ഉണ്ട്. എനിക്കറിയാമല്ലോ, എൻ്റെ പേഷ്യൻസ് തന്നെ പലരും പറയും പിള്ളേരെ ഫുൾ ടൈം വെളിയിൽ അപ്പൂപ്പനും അമ്മൂമ്മയുടെയും കൂടെ മണി കളിക്കും, ചെളിയെടുത്ത് കുഴച്ചുണ്ടാക്കും, എന്നിട്ട് അവർ കൈ വാഷ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുഞ്ഞിലേ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. ഇതൊന്നും ശീലിപ്പിക്കാതെ ഇപ്പോൾ പെട്ടെന്ന് ഓക്കെ ഡോക്ടർ ടി വിയിൽ ഇങ്ങനെ പറഞ്ഞു നാളെ തൊട്ട് മഴ നനച്ചേക്കാമെന്ന് പറഞ്ഞു വന്നാൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. അതെ അതെ ഡോക്ടർ, അപ്പം ഈ മഴക്കാലത്ത് മാത്രമല്ല പൊതുവേ നമ്മൾ കുട്ടികളുടെ പേഴ്സണൽ ഹൈജീൻ അതിന് അവരെ ഒരു ചിട്ട പഠിപ്പിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനമുണ്ട് അവരുടെ ആരോഗ്യത്തെ
സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ പേഴ്സണൽ ഹൈജീന്. അപ്പോൾ അതിൻ്റെ ഒരു ചിട്ട എങ്ങനെയാണ്? കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, പേഴ്സണൽ ഹൈജീൻ എങ്ങനെ വേണം? ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ട് നനഞ്ഞൊലിച്ചൊക്കെ ആയിരിക്കും പലപ്പോഴും കുട്ടികൾ വീട്ടിലേക്ക് വന്ന് കയറുന്നത് പോലും. അതെനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് ഇത് ആൻസർ ചെയ്യാൻ. ഇത് മിക്കവാറും അമ്മമാർ നല്ലതായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, അതിൽ പ്രോബ്ലം ഇല്ല. എന്നാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അമ്മമാർ തന്നെ എല്ലാം ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് മുതിർന്ന കുട്ടികൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോൾ തന്നെ, അതിന് മുന്നേ ആണെങ്കിലും ഒരു കുഴപ്പമില്ല, കുട്ടികളുടെ ഇതനുസരിച്ചിരിക്കും, കുറച്ച് കാര്യങ്ങൾ അവരെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് നനഞ്ഞൊലിച്ച് വരുമ്പോൾ ആ ഷൂവും സോക്സ് ഊരി അതെല്ലാം വാഷ് ചെയ്യുക, എല്ലാം വാഷ് ചെയ്യണം. അന്ന് ഇപ്പോഴത്തെ മഴയത്ത് വരുമ്പോൾ അപ്പോൾ തന്നെ അത് വാഷിങ്ങിന് ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ വന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മഴയത്ത് നനഞ്ഞ് വരുവാണെങ്കിൽ അപ്പോൾ തന്നെ കുളിപ്പിക്കണം, നല്ലപോലെ കുളിപ്പിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് മസ്റ്റായിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഫുള്ളായിട്ട് തല ഉൾപ്പെടെ, അത് തല എന്ന് ഞാൻ പറയാൻ കാരണം പല കുഞ്ഞുങ്ങളുടെ മേല് മാത്രമേ കഴിയുള്ളൂ, തല കുളിപ്പിക്കത്തില്ല. അത് ജലദോഷമാണ്, അല്ലെങ്കിൽ മൂക്കടഞ്ഞിരിക്കുന്നു, 2 ദിവസം കൂടുമ്പോൾ തല കുളിപ്പിക്കും, 3 ദിവസം കൂടുമ്പോൾ, അങ്ങനെയില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുളിപ്പിച്ചാൽ വളരെ നല്ലത്. പക്ഷേ രാവിലെ പറ്റിയില്ലെങ്കിൽ മേല് മാത്രം, രാത്രി തല കുളിപ്പിച്ചൊക്കെ അല്ലേ കിടത്തി ഉറക്കുന്നത്. അപ്പോൾ രാവിലെ മേല് മാത്രം കഴിയിട്ട് വിട്ടാലും മതി. അപ്പോൾ ഇതൊന്ന് കുളിപ്പിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യം, ഒരുവിധം അറിയാറാവുമ്പോൾ തൊട്ട് കുഞ്ഞുങ്ങളെ കുറച്ച് മുതിർന്ന ഒരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അവരുടെ നഖം വെട്ടുന്നത്, അവരുടെ നഖത്തിൻ്റെ ഇട ക്ലീൻ ചെയ്യുന്നത്, കൈ വാഷ് ചെയ്യുന്ന പ്രോപ്പർ രീതി, ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും കഴിച്ച് കഴിഞ്ഞിട്ടും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ട് സോപ്പിട്ട് കൈ വാഷ് ചെയ്തിട്ട് വരാമെന്നുള്ള ഇതൊക്കെ കുഞ്ഞുങ്ങൾ തന്നെ ചെയ്തോളും. പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നെ സോപ്പിട്ട് കഴിയാൻ പറഞ്ഞാൽ പിന്നെ ഒരു സോപ്പ് തീർത്തിട്ടൊക്കെ വരും. ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികളെ മോണിറ്റർ ചെയ്യണം. വലിയ കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് തന്നെ ഒരു പേഴ്സണൽ ഒരു കിറ്റ്, ഒരു ചീപ്പ്, തലയിൽ പെയിനൊക്കെ വരുന്ന സമയമാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ വരുമ്പോൾ, അപ്പോൾ പെയിൻ ചീവിക്കളയണം. തലയിൽ ഈരുണ്ടെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കണം. അതൊന്ന്. ആ ക്ലെൻലിനെസ് എല്ലാം കുഞ്ഞുങ്ങളെ കൂടെ ശീലിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ ജോലി ഈസിയാവും, കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയുകയും ചെയ്യും. അപ്പോൾ പല മഹാന്മാരുടെയും നമ്മൾ ടോക്സൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ കേൾക്കാറല്ലേ, അവരെല്ലാം രാവിലെ എണീക്കുമ്പോൾ ആദ്യം അവരുടെ കട്ടിൽ വിരിച്ച് നല്ലതായിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി ജനലൊക്കെ തുറന്നിട്ടാണ് എല്ലാവരുടെയും ലൈഫ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ശീലിപ്പിക്കാം. അപ്പോൾ പല അമ്മമാർക്ക് ഇതൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും മടിയാണ്. അപ്പോൾ കുട്ടികളോട് പറയണം, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ ബെഡ്ഷീറ്റ് മടക്കുന്നത് തൊട്ട് അവരുടെ ലൈഫ് തുടങ്ങുകയാണ്. അപ്പോൾ അതുതൊട്ടൊരു ചിട്ട കുഞ്ഞുങ്ങൾ ആയിക്കോളും. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി പേരൻസ് ഉണ്ട് മെനക്കെട്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ അറിയാം കുഞ്ഞുങ്ങളെ. ആ കുഞ്ഞുങ്ങളെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും, സംസാരിക്കും. അവർക്ക് മൊബൈൽ ഇൻട്രസ്റ്റ്, ഒരു മൊബൈലും ബുക്ക് കൂടെ വെച്ചാൽ ഉറപ്പായിട്ട് അവർ ആ ബുക്ക് എടുക്കും. അങ്ങനെ എടുക്കണമെങ്കിൽ ആ ഗ്രാൻഡ് പേരൻസും പേരൻസും നല്ല എഫേർട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേരൻസ് ഉണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് സംസാരിച്ചത് കുട്ടികളുടെ പൊതുവായുള്ള ആരോഗ്യം, മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചെല്ലാം ഡോക്ടർ സംസാരിച്ചു. മഴക്കാലത്ത് കുട്ടികളുടെ പ്രതിരോധശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം, കുട്ടികളുടെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് കൂടിയാണ്. തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റും മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ പ്രമീള ജോജിയാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ലേഡീസ് ബാൻഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം. അടക്കം